ഡിവൈഎഫ്ഐക്കാരനായ എസ്ഐ മനഃപൂർവ്വം ആക്രമിച്ചു എന്നതായിരുന്നു പറഞ്ഞു. ഇപ്പോൾ എം ലിജു മാധ്യമങ്ങളോട് സംസാരിക്കും. നേതാക്കന്മാർക്കൊപ്പം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ അവർക്കൊപ്പമുള്ള ഫോട്ടോ ഇട്ട് അഭിരമിക്കുന്ന ഒരുത്തനാണ് ഇവിടുത്തെ ഗവൺമെന്റ് എസ്ഐ ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിപിഎമ്മിന്റെ ഗുണ്ടകൾ ഇവിടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള സമരമാണ് നടക്കുന്നത്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരമാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ സമരം ചെയ്യുന്ന കുട്ടികളെ ഏത് ഭീകരമായി അടിച്ചെടുക്കാമെന്ന് കരുതണ്ട. ഇവിടെ ഇവരെല്ലാവർക്കും പരിക്ക് തലയ്ക്കാണ്, പെൺകുട്ടികൾ അവരെ ആക്രമിക്കുന്നു. അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഭീകരമായി തകർത്തിട്ട് പോകുന്ന ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇതൊരു മനഃപൂർവ്വമായി ചെയ്യുന്ന ഒരു ആക്രമണമാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ നടത്തുന്ന ഒരു സമരത്തെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമരത്തെ ഇതുപോലെ ഈ ജിജു എന്നൊക്കെ പറയുന്ന പ്രൊക്ലെയിംഡ് സിപിഎമ്മിന്റെ ഗുണ്ടകൾക്കൊപ്പം പരസ്യമായി നടക്കുന്ന ആളുകൾ, ഇതുപോലുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഞങ്ങളോട് സമരം ഇതൊരു തുടർ സമരമായിരിക്കും, തീവ്രമായ ഒരു സമരമാണ്. പെൺകുട്ടികളെയൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്ന ആർക്കാണ് മർദ്ദനം വെക്കാത്തത്? ഇതിപ്പോ ഹോസ്പിറ്റലിൽ പോലും പോകാനാകാത്തത് ഇതിനൊരു തീരുമാനം ഇപ്പൊ KPCC അധ്യക്ഷൻ നേരിട്ടെത്തുന്നു. കാരണം ഞങ്ങളുടെ കുട്ടികളെ അങ്ങനെ അടിച്ചു തീർത്തിട്ട് പോകുന്ന ആരും കരുതണ്ട, അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ സംസാരിച്ച എന്താ മറുപടി? അസിസ്റ്റന്റ് കമ്മീഷണർക്കൊക്കെ എന്ത് മറുപടി പറയാൻ സാധിക്കും? ഇതെല്ലാം ചെയ്യുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിട്ടല്ലേ? കൊലപാതകം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ADGPയെ ക്രമസമാധാനത്തോടെ ഇതുവരെ മാറ്റിയിട്ടില്ല. P. ശശിയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഗുണ്ടായിസ് നടത്തി ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ സമരം ചെയ്യുന്നവരെല്ലാം തല്ലി തകർത്ത് ഇല്ലാതാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. ഒരു അബിൻ വർക്കിയെ അടിച്ചു ഈ പരുവത്തിലാക്കിയതുകൊണ്ടോ നമ്മുടെ ചെറുപ്പക്കാരെ തകർത്തതുകൊണ്ടോ ഈ സമരം അവസാനിക്കുന്നവർ കരുതണ്ട. ഭീകരമായ മർദ്ദനം കണ്ടില്ല, ചോര ഒളിച്ചാണ് ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത്. ഒരു പെൺകുട്ടിയെ അവരുടെ വസ്ത്രം വരെ വലിച്ചു കീറി. ഇവിടെ ജിജു എന്ന് പറയുന്ന ഒരു CPM ഒരു യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ CPM പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ കഷ്ടമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് KPCC പ്രസിഡന്റ് ഇപ്പൊ എത്തുന്നുണ്ട്. ഞങ്ങൾ ഇതിനൊരു തീരുമാനം, കാരണം ഇതൊരു പരിക്കിന്റെ പ്രസിഡന്റ് തന്നെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു തീരുമാനം ഉണ്ടായേ പറ്റും. ഇവന്മാരെ എല്ലാം ഇവിടുന്ന് മാറ്റാതെ ഞങ്ങൾ പോകാൻ സമ്മതിക്കും. അടിച്ചൊതുക്കാമെന്ന് കരുതേണ്ട എന്നതാണ് ലിജു പറയുന്നത്. KPCC സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് ലിജു. അടിച്ചൊതുക്കാമെന്ന് കരുതേണ്ട, അതിശക്തമായ പ്രക്ഷോഭം അതിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നു എന്നതാണ് പറയുന്നത്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ എത്തും. അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് അറിയുന്നു. SIയെ മാറ്റി നിർത്താതെ അതിൽ നടപടിയില്ലാതെ അവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് അബിൻ വർക്കി. പരിക്കേറ്റ് ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുന്നു. അതിനുശേഷവും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ആരോപണ വിധേയനായ SI ആണ്. യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് DYFI ഗുണ്ടയെ പോലെ പെരുമാറുന്ന SI മനഃപൂർവ്വം തങ്ങളെ തലയ്ക്ക് നോക്കി തല്ലി എന്നതാണ് ആരോപിക്കുന്നത്. പക്ഷേ SIയുടെ കയ്യിലും പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കയ്യാങ്കളിയിൽ പോലീസിനും പരിക്കേറ്റിട്ടുണ്ട്, പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ട്. അതേസമയം പോലീസ് തലയ്ക്കുൾപ്പെടെ ലാത്തി കൊണ്ട് മനഃപൂർവ്വം അടിച്ചു എന്ന ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസുകാർ ഉയർത്തുന്നത്. പെൺകുട്ടികൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള സംഘർഷങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളായി തലസ്ഥാന നഗരം കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ തലസ്ഥാന നഗരം നിശ്ചലമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കുറെ അധികം നേരമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. യുദ്ധക്കളമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. വളഞ്ഞിട്ട് പോലീസ് തല്ലി എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തറയിൽ വീഴാൻ പോകുമ്പോൾ പോലും തല്ലുന്നത് നമുക്ക് കാണാം. എന്തായാലും വളഞ്ഞിട്ട് തല്ലി എന്നത് പറയുന്നു. മനഃപൂർവ്വം സ്കെച്ച് ചെയ്തു തല്ലി എന്നതാണ് അബിൻ വർക്കി ഉപയോഗിച്ച വാക്ക്. ആ രീതിയിൽ ഡിവൈഎഫ്ഐക്കാരെ പോലെ പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകർക്കൊപ്പം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന പോലീസ് SI തങ്ങളെ മർദ്ദിച്ചു എന്നതാണ് അവരുടെ ആരോപണം. അതിൽ നടപടിയെടുക്കാതെ ആശുപത്രിയിലേക്ക് പോകില്ല എന്ന നിലപാടിലാണ് അവർ അവിടെ തുടരുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്.